ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, ഞാൻ മുമ്പ് ഒരു ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ലഞ്ച് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഞാൻ ഉണ്ടാക്കിയ മന്തിൻ്റെ റെസിപ്പി ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ആദ്യം ഞാൻ ഒരു 4 ക്യൂബ് ചിക്കൻ സ്റ്റോക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് മന്തിൻ്റെ കട്ട് തന്നെയാണ് കേട്ടോ ചിക്കന്. പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നന്നായിട്ട് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയില, പുതിനയില, ക്യാപ്സിക്കം, ക്യാരറ്റ്, 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറച്ച് കളറും ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ച് വെക്കണം. പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 കപ്പൊക്കെ ഓയിൽ വേണം. പക്ഷേ 1 kg അരിക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ കുറച്ച് ഓയിലേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരു 1 hour ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഉള്ളി, അതായത് ഒരു 1.5 ഉള്ളി, ഞാൻ പറഞ്ഞല്ലോ 1 kg അരിക്ക് ഒരു 1.5 ഉള്ളിയും കൂടി ഇതിലോട്ട് നല്ല ചെറുതാക്കി അരിഞ്ഞിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, വെള്ളം ഇറങ്ങുമെന്ന് കരുതിയിട്ട്. ഇത് ലാസ്റ്റ് നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നായിട്ടാണ് ചേർക്കുന്നത്. പിന്നെ നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് ജസ്റ്റ് ഏതെങ്കിലും നോൺ സ്റ്റിക്ക് പാനിലോ അല്ലെങ്കിൽ നമുക്ക് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലൊക്കെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷോർട്സിന് വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് കാരണം അത്ര ലെങ്തി അല്ല. അപ്പോൾ എനിക്ക് ഡീറ്റെയിലിംഗ് ആയിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ വയ്യ കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ എല്ലാം കൂടെ നന്നായിട്ട് പരത്തി ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ആദ്യം ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ അത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ചിക്കൻ അത് വലിയ പീസായത് കാരണം കുക്ക് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും കുക്കായി വരാൻ. അപ്പോൾ അതിനനുസരിച്ച് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വലിയ പീസായതുകൊണ്ട് തന്നെ കുക്കായിട്ട് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്ക് ഈ സമയം കൊണ്ട് അരി വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം അരി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 1 hour ഒക്കെ മന്തി റൈസ്. ഇനി നമുക്ക് ഈ അരി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ മന്തിൻ്റെ റെസിപ്പി റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പം എനിക്ക് ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടുതൽ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കാര്യമായിട്ട് ഇൻഗ്രീഡിയൻസും അത് എത്രത്തോളം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ വ്യക്തമായിട്ട് കൊടുത്തോളാം കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ഡിസ്ക്രിപ്ഷൻ ഒന്ന് പോയി ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ അരി വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ അതിലോട്ട് വേണ്ട സ്പൈസസൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നമ്മൾ അരി കുക്ക് ചെയ്തെടുക്കുന്നതിലും ലേശം വിനെഗറും ലേശം ഓയിലും ഒന്ന് ചേർത്ത് കൊടുക്കും. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 90% ഒക്കെ കുക്കായിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇപ്പോഴന്നെ നമ്മൾ ഫുള്ള് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കൊരു കുറച്ച് സമയം കൂടെ ദം ചെയ്യുന്ന പോലെ തന്നെ കുറച്ചൊന്ന് സ്റ്റൗവിൽ വെക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചിക്കനൊന്ന് ആ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം. അതായത് ദമ്മിടുന്ന സമയത്ത് ഞാൻ കുറച്ച് ചിക്കൻ്റെ മേലെ കുറച്ച് റൈസ്, പിന്നെ ബാക്കി കുറച്ച് ചിക്കനും കൂടെ ചേർത്തിട്ടാണ് ദമ്മ് ചെയ്യുന്നത്. ഇത് ദമ്മെന്ന് പറയാൻ പറ്റൂല, പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് സമയം ഒന്ന് ഇതൊക്കെ ഒന്ന് എല്ലാം അങ്ങോട്ടും മിക്സ് ആവാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് വെക്കും, ഒന്ന് സ്മോക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് നേരം വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് പീസുകൾ, നമ്മൾ പാത്രത്തിലുണ്ടായിരുന്ന ചിക്കൻ പീസുകൾ അവിടെ താഴെ വെച്ചതിന് ശേഷം പിന്നെ മേലെ കുറച്ച് റൈസ് ഇട്ട് ഇനി നമുക്ക് വീണ്ടും ബാക്കിയുള്ള പീസുകൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ ബാക്കിയുള്ള റൈസും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഞാനൊരു കളറിന് വേണ്ടിയിട്ടാണ്, യെല്ലോയും റെഡൊക്കെ ആയിട്ട് കളർ വരുമല്ലോ റൈസിൽ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാനൊരു 8 to 10 മുളകൊക്കെ ഇങ്ങനെ ഒന്ന് കുത്തി വെക്കുന്നുണ്ട്. ഈ സ്റ്റെപ്പെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മന്തിയുടെ ആ ഒരു പ്രോപ്പർ ടേസ്റ്റ് വരുന്നത് കേട്ടോ. എൻ്റെ ആ ഷോർട്സിൽ കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, വിനെഗർ ചേർക്കൽ മസ്റ്റാണോ എന്നൊക്കെ. പക്ഷെ അതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു കറക്റ്റ് മന്തിൻ്റെ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്കൊന്ന് സ്മോക്ക് ചെയ്ത് കൊടുക്കാം. ഇതും ഓപ്ഷണലാണ്, പക്ഷേ ഈ ഒരു സ്മോക്കി ടേസ്റ്റും കൂടി വരുമ്പോഴാണ് മന്തി പ്രോപ്പർ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. പിന്നെ നമുക്കൊരു 30 minutes ഇങ്ങനെ ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ പ്രോപ്പറായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഇൻഗ്രീഡിയൻസും ഈ സ്റ്റെപ്പൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മന്തി തന്നെ നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റുമാണ്. പിന്നെ കളറൊക്കെ ഓപ്ഷണലാട്ടോ. കളറ് ഹെൽത്തി അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യൂല. പിന്നെ കളർ ചേർത്തു എന്ന് കരുതിയിട്ട് ടേസ്റ്റൊന്നും കൂടാനൊന്നും പോകുന്നില്ല, കാണാൻ കുറച്ച് ഭംഗിയുണ്ടാവും, അത്രയേ ഉള്ളൂ. പിന്നെ ഓയിലും ഞാൻ യൂസ് ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ നമ്മൾ യൂസ് ചെയ്യണം. പക്ഷെ ഞാൻ കുറച്ച് ഓയിൽ ഇവിടെ
യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പീസ് ഉടയും എന്നുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പീസ് ഒന്ന് മാറ്റി വെച്ചിട്ട് റൈസ് മാത്രം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് ചേർത്ത് കൊടുക്കാം പീസ്. മറ്റേത് നമ്മൾ ചിക്കന് നന്നായിട്ട് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവില്ലല്ലോ റൈസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.